ചൂരൽമലയിലെ ദൃശ്യങ്ങളാണ്. ഇത് വെള്ളാർമല സ്കൂളിന് സമീപത്തൊക്കെയുള്ള ദൃശ്യങ്ങളാണ്. മുണ്ടക്കയിൽ നിന്ന് നമുക്ക് വിവരമോ ദൃശ്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. മുണ്ടക്കയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് ചൂരൽമലയിൽ ഉണ്ടായത്. അവിടുത്തെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂരൽമല ചെറിയ ടൗണും അതിനോടടുത്തുള്ള വെള്ളാർമല സ്കൂൾ, ആ ഭീകര രൂപത്തിൽ ഒഴുകുന്ന പുഴ ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരു ചെറിയ പുഴയായിരുന്നു. അതാണ് ഇത്തരത്തിൽ പരന്നൊഴുകി ചൂരൽമല ടൗണിനെ ആകെ ബാധിക്കുന്ന രീതിയിൽ ഒഴുകിയിരിക്കുന്നത്. ടൗണിലെ കെട്ടിടങ്ങളിലൊക്കെ നമുക്ക് ആ നടുവിൽ കാണുന്നത് റോഡാണ്. മുണ്ടക്കയിലേക്ക് പോകുന്ന റോഡ് ആണ് ടൗണിന് നടുക്കൂടെ പോകുന്നത്. ആ റോഡിലൊക്കെ ചെളി നിറഞ്ഞിരിക്കുന്നു. പുഴ കരകവിഞ്ഞൊഴുകി വലിയ നാശനഷ്ടങ്ങൾ പുഴയോരത്ത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനപ്പുറത്ത് വെള്ളാർമല സ്കൂളിന്റെ ദൃശ്യങ്ങൾ കാണാം. കുറെ വീടുകൾ അവിടെ ഒലിച്ചുപോയതോ വെള്ളം കയറി ഇതായതോ കാണാം. പുഴ കരയിലൂടെ അടക്കം ഒഴുകി ഒരു ദ്വീപ് പോലെ അവിടെ കര രൂപപ്പെടുത്തി മുകളിലേക്ക് കയറി പുഴ ഒഴുകിയ ദൃശ്യങ്ങൾ, അവിടെ വീടുകളുള്ള കെട്ടിടങ്ങളുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ബാക്കി, അവിടെ നിന്ന് ഒഴുകി വന്ന ചെളിയും വെള്ളവും ചൂരൽമല എന്ന സമീപത്ത് 2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള പ്രദേശത്തെ എത്രത്തോളം ബാധിച്ചു എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു പ്രദേശത്തെ, ആ ഒരു കൊച്ചു ടൗൺ എസ്റ്റേറ്റ് മേഖലയാണ്. ആ ഒരു കൊച്ചു പ്രദേശത്തെ ആകെ വെള്ളത്തിൽ മുക്കിക്കൊണ്ട്, ചെളിയിൽ മുക്കിക്കൊണ്ട് കുത്തിയൊലിച്ചു. ആ സ്കൂൾ നിൽക്കുന്നത് നോക്കൂ മോത്തി, ആ സ്കൂൾ കെട്ടിടമാണ് കാണുന്നത്. എത്രമാത്രം അപകടാവസ്ഥയിലാണ് ആ പുഴയോരത്ത സ്കൂൾ കെട്ടിടം നിൽക്കുന്നത് എന്ന് കാണാം. വീടുകൾ, ഈ പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ ഏതാണ്ട് 10ഓളം ആളുകളുടെ മൃതദേഹം കണ്ടെടുത്തു എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. തെരയുന്നിടത്തൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. അത്രയും ഭീകരമായ അവസ്ഥ. രാവിലെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ചൂരൽമലയിൽ വെള്ളം കയറിയിട്ടുണ്ട്, പക്ഷേ ദുരന്തം മുണ്ടക്കയിലാണ്, അവിടേക്ക് എത്താൻ പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. കമൽ, ഈ ചൂരൽമലയില് വെള്ളാർമല സ്കൂളിന്റെ ഒക്കെ അവസ്ഥ കമൽ പറയുന്നത് ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. വളരെ അപകടാവസ്ഥയിലാണ് ആ കെട്ടിടങ്ങളൊക്കെ ഉള്ളത്. ആ പരിസരത്തു നിന്നും ആൾക്കാരെ, തദ്ദേശവാസികളെയൊക്കെ മാറ്റിയിട്ടില്ലേ? അവിടെ നിന്ന് ഇപ്പോൾ ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരും ജീവൻ നഷ്ടപ്പെട്ടവരും ഒക്കെ ആ ഭാഗത്തുണ്ട്. അതുപോലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് നമുക്ക് ആ ആകാശ ദൃശ്യങ്ങളിൽ ദൂരെ മലയിടുക്കിൽ അത് വളരെ വിദൂരമായി കാണാം. ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഷബീർ സിംഗിൽ പറയുന്നുണ്ടായിരുന്നു, വലിയ പൊട്ടാണ് അവിടെ ദൂരെ അത് കാണാം. പക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് അത് പകർത്തുന്നതിന് പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് മഴ പെയ്യുന്നതിനിടയ്ക്ക് ചെറിയൊരു ഇടവേളയിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകയാണ്. മുണ്ടക്കൈയുടെ വിദൂര ദൃശ്യങ്ങൾ ചില ഷോട്ടുകളിൽ നമുക്ക് കാണാം. അവിടെ വലിയ പൊട്ടാണ് ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആകെ പുഴ നിറഞ്ഞൊഴുകുന്ന അവസ്ഥ. അതായത് ചെറിയൊരു പുഴ അതിന്റെ ഇരട്ടി വീതിയിൽ കരയെ എടുത്തുകൊണ്ട് മൊത്തത്തിൽ ചൂരൽമല ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് പുഴ കരകവിഞ്ഞതിന്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ആകാശ ഷോട്ടുകളിൽ കാണാൻ കഴിയുന്നത്. ഈ വെള്ളാർമല സ്കൂൾ അടക്കം വലിയ രീതിയിൽ അവിടെ. കമൽ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു ഏറ്റവും പുതിയ വിവരം കൂടി ഒന്ന് പങ്കുവെച്ചോട്ടെ. അതായത് വാണിയംപുഴയിൽ, മലപ്പുറം വാണിയംപുഴയിൽ 3 മൃതദേഹം കൂടി കണ്ടെത്തിയെന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഇരുട്ടുകുത്തിയിൽ നിന്ന് ആകെ 6 മൃതദേഹം കണ്ടെത്തി. അങ്ങനെ ആകെ 9 മൃതദേഹം NDRF സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലഭിച്ചൊരു വിവരമാണ്. ഈ ഘട്ടത്തിൽ ഇത് ഉരുൾപൊട്ടലിൽ മരിച്ചവർ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഈ കുത്തൊഴുക്കിൽപ്പെട്ടോ മഴയുടെ മറ്റ് ദുരന്തങ്ങളിൽപ്പെട്ടോ സംഭവിച്ചതാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. അപ്പോഴും ആകെ 9 മൃതദേഹം ലഭിച്ചതായാണ് അവിടെ നിന്നും ഗോകുൽ VS നമുക്ക് നൽകുന്ന വിവരം. കമൽ, പറയൂ. മൂത്തി, ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഈ പുഴയുടെ ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. മലയിൽ നിന്ന് പുഴ ഉത്ഭവിച്ച് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിയ പുഞ്ചിരി മട്ടം എന്ന സ്ഥലത്ത് അവിടെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിന് മുകളിലൂടെയൊക്കെ കമൽ, ഞാനൊന്ന് ഇടപെടുന്നു, ദയവായി തുടരൂ.